തപോമയുടെ അച്ഛൻ മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ട ചില ഇടങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയും. ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ട ചില ഇടങ്ങൾ ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റൽ, ഓക്കെ, 2 വൃദ്ധസദനം, ഓക്കെ, 3 വൃദ്ധസദനം, ഹോസ്പിറ്റൽ, ശ്മശാനം സെമിത്തേരി സെമിത്തേരി ശ്മശാനം ശ്മശാനം ഓർഫനേജ്. കുറെ ഇടങ്ങളുണ്ട് അല്ലേ? ഇത് ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യമല്ല. ഈ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവൽ ഇതൾ വിരിയുന്നത് തികച്ചും മലയാളത്തിലുള്ള നോവലാണ്. പക്ഷെ ഇതിന്റെ കഥ 2-3 രാജ്യങ്ങൾ ചേർന്ന് കിടക്കുകയാണ്. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ബർമ്മ, ഇന്ത്യ. അതിൽ തന്നെ ഡൽഹി, കൊൽക്കത്ത എന്നീ നഗരങ്ങളുമായി പ്രധാനമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തപോമയി ബറുവ ഒരു ഉദ്യോഗസ്ഥൻ, മലയാളി ഉദ്യോഗസ്ഥൻ. അദ്ദേഹം CSR ഫണ്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ മേധാവിയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് താൻ നേതൃത്വം കൊടുക്കുന്ന ഷെൽട്ടർ എന്ന് പറയുന്ന സംഘടനയിലേക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉദ്യോഗസ്ഥൻ 3 ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഹോസ്പിറ്റൽ എന്നുള്ളത് ഒരു മെന്റൽ ഹോസ്പിറ്റൽ. 2, ഒരു ജയിൽ. 3, മാറാരോഗങ്ങൾ പിടിപെട്ടവരെ ചികിത്സിക്കുന്ന ഒരു വാർഡ്. ഇത്രയുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തപോമയി പറയുന്നുണ്ട് ഇത് 3 ശരി തന്നെ. പക്ഷെ ഇന്നത്തെ കാലത്ത് മനുഷ്യർ കാണേണ്ട മറ്റൊരിടം കൂടി, ഇത് 3 നമ്മുടെ അഹന്ത കുറയ്ക്കുവാൻ, മനുഷ്യരുടെ അഹന്ത കുറയ്ക്കുവാൻ സഹായിക്കും. എന്നാൽ മനുഷ്യർ കാണേണ്ട മറ്റൊരിടം കൂടി ഉണ്ടെന്ന് ഞാൻ പറയും. അത് അഭയാർത്ഥി ക്യാമ്പുകളാണ്. അഭയാർത്ഥികളുടെ കഥയിലൂടെ മനുഷ്യന്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിലൂടെ, കഥയിലൂടെ അഭയാർത്ഥികളിലേക്ക് രണ്ടും ചേർന്ന് വേർതിരിക്കാനാകാത്ത വിധം ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ഇതിവൃത്തമാണ് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ നോവലിന്റെ. തപോമയി ബറുവ തപോമയുടെ അച്ഛന്റെ കഥയാണ്. തപോമയുടെ അച്ഛന്റെ പേര് ഗോപാൽ ബറുവ. ഗോപാൽ എന്ന വാക്ക് മലയാളികൾക്ക് പരിചിതമായിരിക്കും. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഗോപാൽ യാദവ് ആയിരുന്നു അത്. ഓർമ്മയുണ്ടോ ഗോപാൽ യാദവിനെ? ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഗോപാൽ യാദവും സിനാനും. ഗോപാൽ യാദവ് ബിരിയാണി ചെമ്പിലുള്ള ഉപയോഗിക്കാത്ത ബിരിയാണി, അതായത് ഫുള്ളായിട്ട് പൊട്ടിക്കാത്ത ബിരിയാണി കുഴിയിലേക്ക് മൂടിക്കൊണ്ട് കുഴിയുടെ മുകളിൽ നിൽക്കുമ്പോൾ സിനാൻ ചോദിക്കുന്നുണ്ട്, ബായിക്ക് മക്കൾ എത്രയുണ്ട്? ഒരു മകൾ. വിവാഹം കഴിച്ചതാണോ? അല്ല. പഠിക്കുവാണോ? അല്ല. പിന്നെ മരിച്ചു. എങ്ങനെ? സന്തോഷിച്ചിക്കാനം സർ. സന്തോഷിച്ചിക്കാനത്തിന്റെ ബിരിയാണിയിലെ അവസാന രംഗമാണത്. ഏറ്റവും കഥയിലെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ള. മകളുടെ പേര് ബസ്മതി എന്നാണ്. ബസ്മതി അരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണി മൂടിക്കൊണ്ട് നിൽക്കുന്ന ആ രംഗം ഗോപാൽ, അത് നമ്മുടെ യാദവ്. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറുന്ന ഒരു കഥാപാത്രമാണ് ഗോപാൽ ബറുവ. അപ്പൊ ഈ കഥ ആരംഭിക്കുന്നത് ഒരു ക്രിസ്മസ് കാർഡിൽ നിന്നുമാണ് ഇതിന്റെ തുടക്കം. ഞാൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത് ഈ സന്തോഷ് കുമാറാണ്.
അദ്ദേഹത്തെ കുറിച്ച് പറയാതെ ഇരിക്കുന്നത് ശരിയല്ല. 3 പതിറ്റാണ്ടായിട്ട് മലയാള സാഹിത്യത്തിൽ ചെറുകഥകളിലൂടെയും നോവലുകളിലൂടെയും കുട്ടികളുടെ കഥകളിലൂടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാളത്തിലെ പ്രമുഖ സ്ഥാനമുള്ള ഒരു നോവലിസ്റ്റ്, കഥാകൃത്ത്, ഒരു സാഹിത്യകാരനാണ് ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന് അന്ധകാര നഴി എന്ന് പറയുന്ന നോവലിന് 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതിനു മുമ്പ് ചാവുകളി എന്ന ചെറുകഥാ സമാഹാരത്തിന് 2009 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കാക്കരദേശത്തെ ഉറുമ്പുകൾ എന്ന കൃതിക്ക് ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് KLF കോഴിക്കോട് നടന്ന ഏറ്റവും പുതിയ എഡിഷനിലാണ്. 7ാമത്തെ എഡിഷനായിരുന്നു ഏറ്റവും പുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് DC ബുക്സിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി നോവലുകൾ, അവര് 50 നോവലുകൾ, 50 കൃതികൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. KLF കോഴിക്കോട് നടന്ന KLF-ൽ ഫെഡറൽ ബാങ്കിന്റെ ഏറ്റവും മികച്ച കൃതിക്കുള്ള അവാർഡിനും ഇത് അർഹമായി. നിരൂപകർ ഇപ്പൊ മലയാളത്തിൽ കുറവാണ്. എന്നാലും പ്രസിദ്ധരായിട്ടുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾക്കൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു നോവലായിട്ടാണ് തപോമയുടെ അച്ഛനെ പരിഗണിക്കുന്നത്. 2024 ഇറങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചു കാലം ആയിട്ടേ ഉള്ളൂ. ഇത് കൂടുതൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഈ നോവൽ. ഒരുപക്ഷെ നമുക്ക് അറിയാം, ഈ കൃതി ഒരുപക്ഷെ ചിലപ്പം 100 വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പം കൂടുതൽ പ്രസിദ്ധമാവുക. പല കൃതികളും അങ്ങനെയാണ്, പല സാഹിത്യകാരന്മാരും അങ്ങനെയാണ്. അവർ ജീവിച്ചിരുന്ന കാലത്ത് ചിലപ്പം ശ്രദ്ധിക്കപ്പെടത്തില്ല. പക്ഷെ ഇത് ഇപ്പോൾ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃതിയാണ്. 1969 അദ്ദേഹം ജനിച്ചത്. 1969 എന്ന് പറയുന്ന വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് മലയാള സാഹിത്യത്തില്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കൂമൻകാവിൽ ബസ് ഇറങ്ങുമ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല. ഇപ്പൊ മനസ്സിലായി കാണുമായിരിക്കും. ഖസാക്കിന്റെ ഇതിഹാസം ഇറങ്ങിയ വർഷമാണ് 1969. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു തുടക്കം വേറെ ഏതെങ്കിലും കൃതിക്ക് ഞാൻ പലപ്പോഴും ഇത് ഓരോന്നിന്റെയും തുടക്കം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്നെ ഇത്രയധികം ആകർഷിച്ച ഒരു തുടക്കം, എന്നെ അല്ല ഒട്ടും വായിച്ചിട്ടുള്ള മലയാളികളെയൊക്കെ ആകർഷിച്ചിട്ടുള്ള ഒരു തുടക്കമായിരിക്കും. ഞാൻ കഥയിലേക്ക് വരികയാണ്. ക്രിസ്മസിന് കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷമാണ് ആ ആശംസാ കാർഡ് എന്റെ കയ്യിൽ കിട്ടിയത്. അതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു എന്നായിരിക്കും. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ആരും കാർഡ് അയക്കുന്ന പതിവില്ലല്ലോ. നമ്മൾ സന്ദേശങ്ങൾ കൈമാറുകയല്ലേ ചെയ്യുന്നത്. തപോമയി അയച്ച കാർഡാണ്. ആ കാർഡില് അദ്ദേഹത്തിന്റെ ചിത്രവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെയും, മരിച്ചുപോയ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ അതിശയിപ്പിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ കാലത്ത് കാർഡ് അയക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അതിശയമാണ്. രണ്ടാമത്, അതിന്റെ എൻഡിൽ തപോമയി കൊടുത്തിരുന്ന ചിഹ്ന ഭാഷയാണ് എന്നെ അതിശയിപ്പിച്ചത്. ചിഹ്ന ഭാഷ അറിയാമോ? ഞാനൊരു ചിഹ്ന ഭാഷ കാണിക്കാം, അതൊന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കാമോ? ഇതായിരുന്നു ആ കാർഡിന്റെ അടിയിലുള്ള ചിഹ്ന ഭാഷ. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്, കാണുന്നുണ്ട്. ഓക്കെ. ഈ ചിഹ്ന ഭാഷ സ്വാഭാവികമായിട്ടും നമുക്ക് വായിക്കാൻ സാധിക്കുകയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടോ? കാർഡിൽ എഴുതിയിരുന്ന സന്ദേശം പുതുവത്സരത്തിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള കാർഡായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഞാൻ ചിഹ്ന ഭാഷയിൽ കുറെയൊക്കെ പ്രാവീണ്യം നേടിയതുകൊണ്ട് എനിക്കത് നിഷ്പ്രയാസം വായിക്കുവാൻ സാധിച്ചു. സൈന്ധവ നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിഹ്ന ഭാഷ ഈ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് മാത്രം ഞാൻ പറയാം. അതിനകത്ത് നോവലിനകത്ത് കൊടുത്തേക്കുന്നതാണ്, ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ.
നമ്മള് എപ്പോഴും സൈന്ധവ നാഗരികതയെ പറ്റി ഇപ്പോഴും ആ നാഗരികതയെ പറ്റിയും അവിടുത്തെ ഭാഷകൾ നിർദ്ധാരണം ചെയ്യാനും ഇപ്പോഴും വളരെയധികം ശ്രമങ്ങളും റിസർച്ചും നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ഇനിയും പൂർണ്ണമായും കൃത്യമായി ഈ ഭാഷ നിർദ്ധാരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എൻഡ് കൊടുത്തേക്കുന്നത് സാധാരണ നമ്മൾ വായിക്കുന്ന പോലെ ഇടത്തുനിന്ന് വലത്തോട്ടല്ല, വലത്തു നിന്ന് ഇടത്തോട്ടാണ് വായിക്കുന്നത്. അവസാനത്തെ അക്കങ്ങൾ എല്ലാവർക്കും വ്യക്തമായിരിക്കും 3 എന്നാണ്, ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, 3 വാക്കുകൾ ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടാമത്തെ കൊടുത്തേക്കുന്നത് നമ്മുടെ സ്മൈലിയുടെ കണക്കുള്ള ഒരു ചിഹ്നമാണ്. അത് വേറൊന്നുമില്ല, ഹാപ്പി എന്നുള്ളതാണ്. എൻഡ് നോക്കുക, നടുക്കലത്തെ അവിടെ വിട്ടേക്കുക. ഇപ്പോഴത്തെ അറ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ ചെവിയുടെ രൂപത്തിലാണ് ഇയർ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഹാപ്പിയും ഇയറും കിട്ടി. ഇടയ്ക്ക് കൊടുത്തേക്കുന്നത് വി എന്ന അക്ഷരമാണ്. അത് വി അല്ല, ഗ്രീക്ക് രീതിയിലുള്ള ന്യൂ എന്നുള്ള അക്ഷരമാണ്. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ചിഹ്ന ഭാഷയിലൂടെ അയച്ചേക്കുന്നത്. ഓക്കെ സാർ, ജെയ്സൺ സാർ, താങ്ക് യു. അപ്പൊ ഈ ചിഹ്ന ഭാഷയുടെ പ്രത്യേകതയല്ല ശരിക്കും തപോമയി എങ്ങനെ ഈ ചിഹ്ന ഭാഷയിൽ എഴുതി എന്നുള്ളതാണ് എന്നെ കുഴക്കിയത്. തപോമയിക്ക് ഈ ചിഹ്ന ഭാഷ അറിയുമായിരുന്നില്ല. ഈ ചിഹ്ന ഭാഷ കണ്ട ഇതിന്റെ ഓർമ്മയിലൂടെ അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുറകിലോട്ട് പോവുകയാണ്. തപോമയെ കണ്ടിട്ട് 2-3 വർഷങ്ങളായിരിക്കുന്നു. പഴയ കാലത്തിലേക്ക് കടക്കുകയാണ്. ഗോപാൽ വെർവ തപോമയിലൂടെയാണ് ഗോപാൽ വെർവയെ പരിചയപ്പെടുന്നത്. തപോമയെ ആദ്യമായി പരിചയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ CSR ഫണ്ട് തരപ്പെടുത്താനായിട്ട് എത്തിയതായിരുന്നു തപോമയി. അപ്പൊ അതിന്റെ കണക്കുകളും ഒക്കെ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണം. അപ്പം ഗോപാൽ വെർവയെ പരിചയപ്പെട്ടത് ഒരു നിമിത്തമാണ്. ഒരു ദിവസം ഈ കണക്കുകളെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പോകുന്നു. അന്നേരം ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി തപോമയി വിളിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇത് ശരിയാക്കിയോ എന്നറിയാനാണ്. അല്ല, അദ്ദേഹം വിളിച്ചത് അതിനകത്ത് ഒരു തുണ്ട് പേപ്പർ ഉണ്ടായിരുന്നു. ആ ഒരു ഡോക്ടറുടെ മരുന്ന് കുറിപ്പടി ഉണ്ട്. മരുന്ന് കുറിപ്പടി ഞാൻ പെട്ടെന്ന് വാട്സാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മരുന്ന് കുറിപ്പടിക്ക് വേണ്ടിയിട്ടല്ല വിളിച്ചത്, ഈ ഡോക്ടറെ എനിക്കറിയാം. പക്ഷെ അതിന്റെ പുറകുവശത്ത് അച്ഛൻ എന്തോ കുത്തിക്കുറിച്ച് വെച്ചിരുന്നു. അത് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കിട്ടണം, ഭയങ്കര വാശിക്കാരനാണ്. അതുണ്ടോ എന്നറിയാനാണ് വിളിച്ചത്. അങ്ങനെയാണ് ഗോപാൽ വെർവയിലേക്ക് ഇവർ രണ്ടുപേരും, ഞാനും ഈ ചിഹ്നഭാഷയിൽ കുറെയൊക്കെ പരിശീലനം നേടിയ ആളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപാൽ വെർവയിലേക്ക് കടന്നു ചെല്ലുന്നു. ഗോപാൽ വെർവ ഒരു അഭയാർത്ഥിയാണ്. അവിടെ മുതൽ ഗോപാൽ വെർവയുമായി നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒത്തുചേർന്നാൽ വായനയെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ തമ്മിലൊരു മാനസികമായിട്ടുള്ള ഒരടുപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെയായിരിക്കും ചിഹ്ന ഭാഷയിൽ താല്പര്യമുള്ള രണ്ടുപേര് ചേർന്ന് കഴിഞ്ഞാൽ പല പങ്കുവെക്കലുകളും നടക്കും. ഇവര് തങ്ങളിലുള്ള ആശയവിനിമയം, പഴയ കഥകൾ, അങ്ങനെ ആദ്യമൊന്നും ഗോപാൽ വെർവ അടുക്കത്തില്ല. പക്ഷെ ക്രമേണ ഇദ്ദേഹവുമായിട്ട് അടുക്കുന്നു. പല കാര്യങ്ങളും. പ്രായമുണ്ട്, 80 വയസ്സുണ്ട്. അപ്പൊ ഈ കട ഒരു 80 വയസ്സുള്ള ഒരാളുടെ കഥയെന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ടുള്ള കാലഘട്ടം തൊട്ട് ഇന്ന് വരെ നീണ്ട ഒരു കാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കഥ കൂടിയാണ്. അങ്ങനെ 1944 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെ അനാവരണം ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ തന്നെ അഭയാർത്ഥികൾ ഉണ്ടായിരുന്നു. നമുക്ക് കഥയിൽ കൂടി മനസ്സിലാകുന്നത് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ഒരു അഭയാർത്ഥിയാണ് ഗോപാൽ വെർവ. തപോമയി ആകട്ടെ, അദ്ദേഹം ഗോപാൽ വെർവയുടെ മകനാണ്. വളരെ വലിയ ഉദ്യോഗങ്ങൾ വഹിച്ചിരുന്ന ഒരാളാണ്. യാദൃശ്ചികമായി ഈ ഷെൽട്ടർ എന്ന് പറയുന്ന സംഘടനയിൽ എത്തപ്പെടുകയായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഓഫീസിനോട് ചേർന്ന് ഈ സംഘടന ഉണ്ടായിരുന്നു. ഗിരിധർ റാവു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതിന്റെ മേലധികാരി, അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടക്കാരൻ.
അദ്ദേഹം UN-ലൊക്കെ ഉന്നത ഉദ്യോഗങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വളരെ വലിയ മനുഷ്യനാണ്. അദ്ദേഹം ആ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് തുടങ്ങിയ സംഘടനയാണ് ഷെൽട്ടർ എന്ന് പറഞ്ഞ സംഘടന. അപ്പൊ ഈ സംഘടനയിൽ ഇദ്ദേഹം ഗിരിധർ റാവുവിന് ഇതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹവുമായിട്ട് ആദ്യം ഒന്നും അടുപ്പമില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഓഫീസിനോട് ചേർന്ന് തന്നെയായിരുന്നു. അപ്പൊ കാണുന്നത് തന്നെ ഇദ്ദേഹത്തിന് ഒരു അറപ്പായിരുന്നു. കാരണം രാവിലെ വരുമ്പോൾ തന്നെ കാണുന്നത് കുറെ മൂക്കളെ ഒലിപ്പിച്ചുകൊണ്ടും മുഷിഞ്ഞ നാറിയ വസ്ത്രങ്ങൾ ധരിച്ചും കുളിക്കാതെയും ഒക്കെ നിൽക്കുന്ന കുറെ മനുഷ്യരെയും വൃദ്ധജനങ്ങളെയും ഒക്കെ കാണുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ ഗിരിധർ റാവുവിന്റെ ഓഫീസിൽ യാദൃച്ഛികമായിട്ട് ഇദ്ദേഹം ചെല്ലുകയും അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ അവര് തങ്ങളിൽ ഒരു അടുപ്പം ഉണ്ടാവുകയും ഈ ഇങ്ങനെയൊക്കെ തലപ്പത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ കഴിവ് കാണും. അവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ഈ ഫണ്ടുകളും കാര്യങ്ങളും അതിന്റെ വിനിമയവും ഇത്രയും പേരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും തീർച്ചയായിട്ടും നമുക്ക് കഴിയത്തുള്ളൂ. അങ്ങനെ ഗിരിധർ റാവുവിന്റെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം ആകൃഷ്ടനാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗിരിധർ റാവുവിന് സ്ട്രോക്ക് വരുന്നു. സ്ട്രോക്ക് വരാൻ നേരമാണ് തപോമയി ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇതിനെ ഏറ്റെടുക്കുന്ന ഈ സംഘടനയിലോട്ട് ചെല്ലുകയും മറ്റാരും നേതൃത്വം കൊടുക്കാനില്ലാത്തതുകൊണ്ട് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും നഗരങ്ങളിൽ താമസിച്ചവരാണ്, ഉന്നത ഉദ്യോഗങ്ങൾ വഹിച്ചവരാണ്. അവരുടെ ആ നന്മ തീർച്ചയായിട്ടും ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ അഭയാർത്ഥികളുടെ ഇടയിലൂടെ നിസ്സഹായരായ ഒന്നിനും കഴിവില്ലാത്ത വേരില്ലാത്ത സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഹൃദയബന്ധങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പ്രത്യാശയുടെ ജീവിതത്തിന്റെ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് ഇതിൽ കൂടി ഈ മനുഷ്യബന്ധങ്ങൾ പറയുന്നതിലൂടെ ഈ സന്തോഷ് കുമാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തപോമയുടെ അച്ഛൻ ഗോപാൽ ബെർവ. അപ്പൊ ഞാൻ കഥ മൊത്തം പൂർണ്ണമായിട്ടും പറഞ്ഞു പോകാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാനങ്ങ് പറയാം. അത് തന്നെയുമല്ല, ഒരുപക്ഷെ 2024 ഇറങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. എന്നെ കുഴക്കുന്ന ഒരു പ്രശ്നം, ഇത് പലരും വായിക്കാനിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കൂടുതൽ സസ്പെൻസിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ കഥയാണ്. നമ്മൾ കഥയുടെ എൻഡിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഓരോ ചിഹ്ന ഭാഷയും അല്ലെങ്കിൽ പലയിടത്തും ഈ ചിഹ്ന ഭാഷയുടെ ഉപയോഗം വരുന്നുണ്ട്. അപ്പൊ ഗോപാൽ ബെർവ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി ആദ്യം കൊൽക്കട്ടയിലേക്ക് എത്തുന്നു. കൊൽക്കട്ടയിൽ വന്നിട്ട് അവിടെ ഒരു ദ്വീപിൽ ഇവർ താമസമാക്കുന്നു. കൊൽക്കട്ടയിലേക്ക് വരുന്നത് ബംഗ്ലാദേശിലെ ഒരു ജാതീയമായ അതിക്രമത്തെ തുടർന്നാണ് കൊൽക്കട്ടയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും അവരൊരു ദ്വീപിൽ താമസമാക്കുന്നു. ആ ദ്വീപിന്റെ വിവരണത്തിൽ നിന്നും നമുക്കെല്ലാവർക്കും അറിയാം, സുന്ദർബൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ നിറഞ്ഞ കാടുകളുള്ള പ്രദേശമാണ്, ദ്വീപ സമൂഹം പോലെയുള്ള പ്രദേശമാണ് സുന്ദർബൻസ്. സുന്ദർബൻസ് ആണെന്ന് ഈ പേരുകളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ബംഗ്ലാദേശിന്റെ പേരുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. രോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ രോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് പറയുന്ന കഥ പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഡൽഹിയിലെ ക്യാമ്പ് രോഹിംഗ്യൻ അഭയാർത്ഥികളുടേതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഗോപാൽ ബെർവ ബംഗ്ലാദേശിൽ നിന്നും കൊൽക്കട്ടയിലെത്തിയതിനു ശേഷം അവിടുത്തെ ഒരു പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ഈ ദ്വീപ് മുങ്ങുമ്പോൾ വീണ്ടും കൊൽക്കട്ട നഗരത്തിലേക്കും ചേക്കേറുന്ന ഒരാളാണ് ഗോപാൽ ബെർവ. അവിടെ വെച്ച് അദ്ദേഹം കേണൽ സന്താനം എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യനെ, ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുന്നു. ഈ അഭയാർത്ഥിയായി വന്ന ഗോപാൽ ബെർവ പട്ടാളത്തില് നേരിട്ട് റിക്രൂട്ട്മെന്റിൽ അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനാകുന്നുണ്ട്. കേണൽ സന്താനം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് അഭയാർത്ഥിയായി വന്ന് ഒരിടത്തെ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ കാവൽക്കാരനായിട്ട് ജോലി കിട്ടുന്നു. അപ്പൊ ഇദ്ദേഹം പഠിക്കുന്ന സമയത്ത് വളരെ മിടുക്കനായിരുന്നു, കണക്കിൽ വളരെ മിടുക്കനായിരുന്നു. അപ്പൊ അവിടെ വളരെ വിരസമായ ജോലിയായി വല്ലപ്പോഴും ഒക്കെ കയറ്റി തുറക്ക് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഹോബി അവിടെ വരുന്ന പത്രത്തിലെ പദപ്രശ്നങ്ങൾ പൂരിപ്പിക്കുകയായിരുന്നു. പദപ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ഇദ്ദേഹം പൂരിപ്പിച്ച് കഴിയും. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു കുടുംബം താമസം മാറി പോകാൻ നേരം ഇദ്ദേഹത്തിന് അവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകാൻ നേരം കുറെ കെട്ട് പത്രങ്ങൾ കിട്ടും. അപ്പൊ ഇദ്ദേഹം അതെടുത്ത് വെച്ച് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഗേറ്റിൽ ആള് വരുന്നത് അറിയില്ല. പട്ടാളക്കാരായിരുന്നു. അവർ വന്ന് കരണക്കുറ്റിക്ക് അടി കൊടുക്കുമ്പോഴാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് ഗേറ്റിൽ ആര് വന്നെന്ന്. അങ്ങനെ ഇദ്ദേഹത്തെ
കുറ്റവിചാരണ ചെയ്യാൻ പിടിച്ചുകൊണ്ട് പോകുന്നിടത്തുനിന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇത് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം, അതായത് പദപ്രശ്നങ്ങൾ പൂരിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം കേണൽ സന്താനം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, ഇദ്ദേഹം ദൈവത്തെ പോലെ പിന്നീട് കണ്ട മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ അടുക്കെ അത് എന്താണ് പൂരിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പം ഇന്ന് വന്ന പത്രത്തിലെ പൂരിപ്പിച്ചിരുന്നു. അപ്പൊ പൂരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര അതിശയമായി, കാരണം അദ്ദേഹം കുറെ നേരം ശ്രമിച്ചിട്ടും അത് പൂരിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഇദ്ദേഹത്തെ അദ്ദേഹം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അപ്പൊ മനസ്സിലായി ഇദ്ദേഹം അതീവ ബുദ്ധിമാനാണ്. ഇദ്ദേഹത്തെ പട്ടാളത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. രഹസ്യ ഭാഷകൾ ഉണ്ടാക്കാനും അത് നിർദ്ധാരണം ചെയ്യാനും ഇദ്ദേഹത്തിന് എളുപ്പം കഴിയുമെന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ പട്ടാളത്തിലേക്ക് കൂട്ടുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം കുറെ കാലം പട്ടാളത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സന്താനം സാറിനോടൊപ്പം അദ്ദേഹം ഒരു പുസ്തകം രചിക്കുന്നുണ്ട്. ഈ സന്താനം സാറിന്റെ വളരെ ദാരുണമായ, ഏറ്റവും അദ്ദേഹം ദൈവത്തെ പോലെ കണ്ട മനുഷ്യന്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും വളരെയധികം ദുരന്തങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരേ ഒരു മകളാണ് ഉണ്ടായിരുന്നത്, വൈഗ. ആ വൈഗയുടെ വേർപാട് വൈഗയും ഇദ്ദേഹം സന്താനം പട്ടാളത്തിൽ നിന്ന് ഇടയ്ക്ക് ജോലി രാജിവെക്കുന്നു. വന്നിട്ട് ഈ സൈന്ധവ നാഗരികതയുടെ ആ ലിപികളുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിൽ പൂർണ്ണമായിട്ട് മുഴുകുകയാണ്. ഇദ്ദേഹത്തിന്റെ മകളും ആ ലൈനിൽ പോകുന്നു. അവൾ അമേരിക്കയെ റിസർച്ച് ചെയ്തിട്ട് ഇടയ്ക്ക് ലീവിന് നാട്ടിൽ വരുന്നു. അന്നേരമാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു ഗുഹയും അവിടെ കുറെ കാര്യങ്ങളും കണ്ടെത്തിയതായിട്ട് അറിയുന്നു. ഇവർ അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോകാൻ നേരം ഒരു അത്യാഹിതം, ഈ കൊച്ചിലെ ഫിറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഇവളൊരു ലിപി വായിക്കുന്നതാണ്. വായിക്കാൻ വേണ്ടി ഒരു ഹൈറ്റിലേക്ക് വലിഞ്ഞു കയറുന്നു. വായിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടാമത്തെ ഭാഗം വായിച്ചപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് അതിന്റെ ആശയം എങ്ങനെയാണെന്ന് പിടികിട്ടാൻ നേരം ഇവിടെ അത്യധികമായ ആഹ്ലാദം വരുന്നു. ആഹ്ലാദത്തിൽ ഫിറ്റ്സ് വരികയും വീണ് മരിക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങ് ഇരുട്ടിലാണ്ട് പോകുന്നതാണ് പിന്നെ കാണിക്കുന്ന സന്താനം എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ. ഇപ്പൊ മനുഷ്യർക്ക് പലപ്പോഴും ജീവിതത്തിൽ തെറ്റുകൾ പറ്റാം. ഗോപാൽ ബർവയുടെ സമൂഹത്തെ എപ്പോഴും ഒരു ദുഃഖഭാവമുണ്ട്, ഒരു ദുഃഖമുണ്ട്. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, തപസ് സർക്കാർ. അപ്പൊ തപസ് സർക്കാര് ഗോപാൽ ബർവയോട് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഒരുപക്ഷെ മനുഷ്യർക്ക് ചിലർക്കെങ്കിലും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് എഴുതി വെക്കാൻ പോലും പറ്റാത്ത ചില രഹസ്യങ്ങൾ, ചില തെറ്റുകൾ, നമുക്ക് ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ എല്ലാവർക്കും വേണമെന്നില്ല, ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെ ഒരു വലിയ തെറ്റ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഗോപാൽ ബർവയ്ക്ക് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യരിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, സൈന്ധവ ലിപികൾ പഠിച്ചിട്ടുണ്ട്, അത് അറിയാവുന്ന ആളാണ്. അദ്ദേഹം പലതും ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഇത് ഈ നോവലിൽ പല ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിർദ്ധാരണം ചെയ്യുന്നുണ്ട്. ആ ഓരോ വരികളൊക്കെയാണ് പലപ്പോഴും കിട്ടുന്നത്. ആ വരിയുടെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ അന്ത്യത്തിലെ തൊട്ട് എത്താൻ നേരമായിരുന്നു. എന്താണ് ഈ എഴുതി വെച്ചിരുന്ന ഓരോന്നിനും വളരെ വലിയ അർത്ഥവ്യാപ്തി ഉണ്ടെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾക്ക് മനസ്സിലാകും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഡയറി എഴുതുന്നുണ്ട്. അവസാന സമയമാകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അൾഷിമേഴ്സ് ബാധിക്കുന്നു, ഓർമ്മ നഷ്ടപ്പെടുന്നു. ഓർമ്മ നഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിന് ഈ ഡയറി എവിടെയോ നഷ്ടപ്പെടുന്നു. അതേസമയം തന്നെ തപോമയുടെ ജീവിതവും വരുന്നുണ്ട്. തപോമയി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. തപോമയി വളരെ നല്ല ആത്മാർത്ഥ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പലയിടത്തു നിന്നും കടം വാങ്ങിയും ഈ തപസ് സർക്കാര് അദ്ദേഹത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും പല രീതിയിൽ അദ്ദേഹം പൈസ സംഘടിപ്പിച്ചാണ് ഈ അഭയാർത്ഥി ക്യാമ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ക്യാമ്പിനിടയ്ക്ക് തീ പിടിക്കുന്നുണ്ട്, വെള്ളപ്പൊക്കം വന്ന് ക്യാമ്പ് നശിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെ തപോമയി കടന്നു പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മളൊക്കെ പറയുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ശരിക്കും കാണുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും തപോമയി. അപ്പൊ തപോമയിയുടെ ജീവിതവും സമാന്തരമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഡയറി ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. തപോമയി വഴി
ഇദ്ദേഹം ഞാൻ കുറച്ച് മലയാളികളുടെ ഒരു സംഘം കോവിഡ് കാലഘട്ടത്തിലാണ് അവരെ പരിചയപ്പെടുന്നുണ്ട്. അവര് ചെയ്യുന്നത്, ഇദ്ദേഹം താമസിക്കുന്നത്, തപോമയും അച്ഛനും താമസിക്കുന്നത് സന്താനം എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ വീട്ടിലാണിപ്പോൾ. അതിന് ഉടമസ്ഥരാരുമില്ല. സന്താനം സാറും മരിച്ചുപോയി, മകളും മരിച്ചുപോയി, ബന്ധുക്കളായിട്ട് ആരുമില്ല. അപ്പൊ ആ വീട് ഇദ്ദേഹത്തിന് കിട്ടി. ആ വീടിനൊരു പ്രത്യേകതയുണ്ട്. വീടിന്റെ നടുക്കൂടെ ഒരു ആൽമരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ആൽമരം നിൽക്കുന്ന വീട് നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വലിയ വീട്ടിലാണ് ഇവർ രണ്ടും താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തപോമയുടെ അച്ഛൻ വീണ് കാലൊടിയുമ്പോൾ ഒരാളെ നിർത്തുന്നുണ്ട്. അവൻ പല സാധനങ്ങളും അവിടെ നിന്ന് മോഷ്ടിച്ച് വിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അഭയാർത്ഥി ക്യാമ്പിലെ തന്നെ പർവീണയെ തപോമയി അവിടേക്ക് കൊണ്ടുവരുന്നു. പർവീണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികളുടെ ദുരിതങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടിയാണ്. പലരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട്. ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റിയിട്ടൊക്കെയുള്ള സംസാരങ്ങളിൽ വരുന്ന ചില കാര്യങ്ങൾ. അവര് തീവ്രവാദികളാണ്, അവര് കൊള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, അവന്മാരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് അവര് നാട്ടിലേക്ക് വന്നത്. ശരിക്കും സ്വന്തം നാട്ടിലെ നിലനിൽപ്പ് നഷ്ടപ്പെട്ട് നിൽക്കാൻ മണ്ണില്ലാതെ, അവിടെ പൗരത്വമില്ലാതെ, യാതൊരു ഗത്യന്തരവും ഇല്ലാതെ നിൽക്കാൻ നാട് വിട്ടു വന്നവരാണ് അവര്. നമ്മുടെ രാജ്യങ്ങളിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുന്ന എല്ലാ അഭയാർത്ഥികളും അതുപോലെ തന്നെ, യൂറോപ്പിലേക്ക് പോകുന്ന അഭയാർത്ഥികളും അതുപോലെ തന്നെ. അങ്ങനെയുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തിലേക്കാണ് നമ്മുടെ തപോമയി ചെല്ലുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായിട്ടാണ്, ഒരു വിളക്കായി പ്രകാശമായി നിൽക്കുന്ന മനുഷ്യനാണ് തപോമയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഡയറി എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് അറിയുന്നില്ല. അപ്പം തപോമയി ചെന്ന് പരിചയപ്പെടുത്തുന്നത് ഈ പുരാവസ്തുക്കളും, ഈ വീട്ടിലൊരു ഒരുപാട് പുരാവസ്തുക്കളുണ്ട്. ഒരുപാട് പുരാവസ്തുക്കളും ഒക്കെ വിൽക്കുന്ന ഒരു മലയാളി സംഘത്തെ പരിചയപ്പെടുന്നു. അവർ ഓൺലൈനായിട്ട് വിൽക്കുന്നവരാണ്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പോകുന്നുണ്ടെന്ന് ഗോപാൽ ബറുവ പരാതി പറയുന്നുണ്ട്. പക്ഷെ ആരാണ് മോഷ്ടിക്കുന്നതെന്ന് അറിയത്തില്ല. മറ്റാരും ആയിരുന്നില്ല, തപോമയിയാണ് ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കുന്നത്. വേറൊന്നിനുമല്ല, ഈ അഭയാർത്ഥി ക്യാമ്പില് വളരെ വലിയ വില കിട്ടും. ഒരു പ്രാവശ്യം കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെ ഇദ്ദേഹം പൈസ സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഗോപാൽ ബറുവ ഒരു ജന്മദിനത്തിൽ മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെ മരിക്കുന്നു. അദ്ദേഹം ഇതിനകത്ത് മഴ ഒരു പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. മഴ ഒരു രൂപകം, മഴയും നിഴലും ഒക്കെ രൂപകമായി വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു നോവലാണ് തപോമയിയുടെ അച്ഛൻ. ഗോപാൽ ബറുവ ഒരു അതിഭയങ്കരമായ മഴയുള്ള ദിവസം പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. രാത്രിയിൽ തപോമയി കിടക്കാൻ പറഞ്ഞിട്ടും കിടക്കാതെ, അന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം കൂടിയാണ്. വളരെ അപൂർവമായിട്ടേ അദ്ദേഹം സിഗരറ്റ് വലിക്കാറുള്ളൂ. അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നതിന്റെ മണം തപോമയിക്ക് കിട്ടുന്നു. ഗോപാൽ ബറുവ രാവിലെ നോക്കുമ്പോൾ ഗോപാൽ ബറുവ മരിച്ചിരിക്കുന്നു. അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പരിചയപ്പെട്ട ആ മല്ലു സംഘത്തിൽ നിന്നും ഒരു വിളി വരുന്നു. തപോമയി കുറെ സാധനങ്ങൾ തന്നിരുന്നു. അതിന്റെ കൂട്ടത്തിൽ വേണ്ടാത്ത ഒരു ഡയറി ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. ഇതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സന്ദർഭമുണ്ട്. തപോമയി ഗോപാൽ ബറുവയെ കാണാൻ ചെല്ലുമ്പോൾ ഗോപാൽ ബറുവ പറയുന്ന കാര്യമുണ്ട്, എന്റെ ഡയറി കാണാതെ പോയിരിക്കുന്നു, അത് എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കാം. അപ്പോൾ അതൊരു കാരണവശാലും അത് വായിക്കരുത്. നിങ്ങൾക്കൊരു പക്ഷെ അതിനകത്ത ഭാഷ വായിച്ചെടുക്കാൻ സാധിച്ചേക്കാം. ഒരു കാരണവശാലും അത് വായിക്കാതെ നശിപ്പിച്ച് കളയണം എന്ന് പറയുന്നുണ്ട്. ആ ഡയറിയാണ് ഇദ്ദേഹത്തിലേക്ക് ഗോപാൽ ബറുവ പറഞ്ഞതുപോലെ തന്നെ വന്നു ചേർന്നിരിക്കുന്നത്. ആ ഡയറിയിൽ നിന്നാണ് പിന്നെ സുപ്രധാനമായിട്ടുള്ള ആ കഥയുടെ ഇതളുകൾ വിരിയുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം പകുതി ഭാഗം പിന്നിട്ടിരിക്കും. ഞാൻ തപോമയിയുടെ അച്ഛനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തപോമയിയുടെ അമ്മയുണ്ട്, സുമ്ന. സുമ്ന തപോമയി ഗോപാൽ ബറുവ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്നു, ശ്യാമൽദായെ. ശ്യാമൽദ അവര് ദ്വീപിൽ താമസിച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങി, ദ്വീപ് മുങ്ങി. ആ കൂട്ടത്തിൽ കാണാതാകുന്നവരുടെ അല്ലെങ്കിൽ മരിച്ച കൂട്ടത്തിലാണ് ശ്യാമൽദ. അപ്പൊ സുമ്നയുടെയും
ഈ ദ്വീപ് മുങ്ങി ശ്യാമൾദ മരിക്കുന്നു. അതിനുശേഷം സുമ്നയും ഒരു അഭയാർത്ഥി ക്യാമ്പിലാകുന്നു. അപ്പോ ഗോപാൽ ബറുവ ചെന്ന് സുമ്നയെ ക്ഷണിക്കുന്നുണ്ട്. അവർ രണ്ടും നേരത്തെ അറിയും, ഒരു ഗ്രാമത്തില് ഒന്നിച്ച് താമസിച്ചിരുന്നവരാണ്. അതിൽ കൂടുതൽ അടുപ്പം അവർ തങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലായി, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. ഗോപാൽദ പല പ്രാവശ്യം വിളിക്കുന്നു, പക്ഷേ സുമ്ന ചെല്ലുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു. ക്യാമ്പിൽ ഒരു അതിക്രമം നടക്കുന്നു. ക്യാമ്പിലെ സ്ത്രീകൾ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാകുന്നു. സുമ്ന ആശുപത്രിയിലാകുന്നു. ഗോപാൽ ബറുവ ചെന്ന് ആന്തരൻ സുമ്നയെ വിളിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ഗോപാൽ ബറുവയുടെ കൂടെ സുമ്നയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന ആദ്യമൊന്നും ഇവർ തങ്ങളിൽ യാതൊരു സംസാരവും ഉണ്ടായിരുന്നില്ല. വളരെ നിശബ്ദയായിരുന്നു സുമ്ന. പക്ഷെ ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് എത്തിയപ്പോൾ അവൾ വളരെയധികം ആഹ്ലാദവതിയായിരുന്നു. അപ്പൊ രാത്രിയിൽ കിടക്കുമ്പം പറയും, കൂടുതൽ കുസൃതിയൊന്നും വേണ്ട, മറ്റൊരാൾ കൂടി ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. സുമ്ന ഗർഭിണിയായിരുന്നു. സുമ്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതിനകത്ത് സുപ്രധാനമായിട്ടുള്ള ഒരു സമയം നീണ്ടുപോകുന്നുവെന്ന് തോന്നുന്നു. ആ ഡയറിയിലെ നിർദ്ധാരണം ചെയ്ത ചില വരികൾ വായിക്കുകയാണ്. ആ ഒരൊറ്റ നിമിഷം, ഒരേ ഒരു നിമിഷം, അതായിരുന്നു എന്റെ പിൽക്കാലത്തെ ജീവിതം. അതിന്റെ ഭാരം എന്നെ അമർത്തിക്കൊണ്ടേയിരുന്നു. ചെറിയ മരങ്ങൾ നിൽക്കുന്ന മുങ്ങിയ ഒരു ദ്വീപ്. അവിടെ രണ്ട് ജീവനുകൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഴ തകർത്ത് പെയ്യുകയാണ്. ഏതോ പ്രാചീന കാലത്ത് തുടങ്ങി ഇനിയും അവസാനിക്കാത്ത മഴ. അതിലേക്ക് പകച്ചു നോക്കി നിൽക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? എന്നാലും അത് മറക്കാനായിരുന്നു എന്റെ ശ്രമം, അല്ലെങ്കിൽ മറന്നു എന്ന് ഞാൻ ഭാവിക്കുകയാണ്. എന്നാൽ ഇപ്പോഴിതാ ഏതോ ചിഹ്ന ഭാഷ നിർദ്ധാരണം ചെയ്യുന്ന മട്ടിൽ അവളിതാ എന്റെ ജീവിതത്തെ തുറന്ന് അത് വായിക്കുന്നു. എന്റെ ഗോപുരങ്ങൾ തകർന്നു വീണു. ചെയ്യുന്നതല്ല, ചിലപ്പോഴെങ്കിലും ചെയ്യാത്തതാണ് കുറ്റം ഗോപാൽ. നിനക്കത് മനസ്സിലാവും, അല്ലെങ്കിൽ നിനക്കേ അത് മനസ്സിലാകുകയുള്ളൂ. എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഇരു തോളിലും പിടിച്ച് നിർദ്ദയമായ നിർവികാരതയോടെ അവൾ എന്നോട് ചോദിച്ചു, സത്യത്തിൽ നീ അയാളെ കണ്ടിരുന്നു? ഞാനൊന്നും മിണ്ടിയില്ല. അവൾ ജനലിലൂടെ പുറത്തേക്ക് കാർക്കിച്ചു തുപ്പി. അതുവഴി എന്റെ ജീവിതത്തെ അവൾ പുറത്തേക്ക് കളയുകയായി. ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഞാൻ പറഞ്ഞു പോയത് കുറെ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് സെന്റൻസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം, എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇത് തപോമയി വായിക്കുന്നു. തപോമയി അല്ല, ഞാൻ വായിക്കുന്നു നമ്മുടെ ഈ മലയാളി ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിലൂടെയാണ് കഥയുടെ ഇതളുകൾ വിരിയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം അത് നശിപ്പിച്ചു കളയും. അപ്പോൾ തപോമയി ഒരു ദിവസം ഇദ്ദേഹത്തെ വിളിക്കുന്നു. നമ്മുടെ ഡോക്ടർ തപസ് സർക്കാർ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു. വളരെ വലിയ ഡോക്ടറാണ്, വളരെയധികം ബിരുദങ്ങളുള്ള ഡോക്ടറാണ്. തപസ് സർക്കാർ മരിച്ചു പോകുമ്പോൾ തപോമയി അദ്ദേഹത്തെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും അദ്ദേഹത്തോട് പൈസ കടം ചോദിക്കുമ്പോഴെല്ലാം തരും. പക്ഷെ ബാങ്കിൽ ഇല്ലാത്ത പലിശയാണ് പറയുന്നത്. ഈ പലിശയ്ക്ക് അദ്ദേഹം എഴുതി വെക്കുമായിരുന്നു. പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഡയറിയിൽ അദ്ദേഹം കണക്കുകൾ എഴുതി വെക്കുമായിരുന്നു. അദ്ദേഹത്തെ വളരെ അത്യാഗ്രഹമുള്ള ഒരു മനുഷ്യനെ പോലെ എനിക്കന്ന് തോന്നിയിരുന്നു. എന്നാൽ അത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
അദ്ദേഹം ആ കണക്കുകളെല്ലാം വെട്ടിയിരുന്നു. വളരെ വലിയ ഒരു തുക വെട്ടിയിരുന്നെന്ന് മാത്രമല്ല, വളരെ വലിയ ഒരു തുക ഈ സംഘടനയുടെ പേരിൽ അദ്ദേഹം ചെക്ക് എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, വേണ്ടവരും ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്, എന്നാൽ ഒന്നും വേണ്ടാത്ത ചിലരുമുണ്ട്. പാവങ്ങളുടെ എന്ന കൃതിയുടെ വിവർത്തനത്തിന്റെ 100-ാം വർഷം കേരളത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ടാത്തവരും ഉണ്ടെന്ന് പറഞ്ഞ് ആ സെന്റൻസ് വായിച്ചപ്പോൾ എനിക്ക് ഡി പട്ടണത്തിലെ മെത്രാനെയാണ് ഓർമ്മ വരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ജീൻ വാജീൻ അല്ലെങ്കിൽ രാഴ്വഴാങ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് അഭയം കൊടുക്കുകയും അവിടുന്ന് വെള്ളിക്കാലുകൾ മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയും രാത്രിയിൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ, പോലീസ് പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തതാണെന്ന് പറയുന്നു. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്റെ സഹോദരനാണെന്ന് പറയുന്ന മെത്രാനെ ഓർമ്മയുണ്ടാകും. അദ്ദേഹം മെത്രാനായപ്പോൾ ആദ്യം ചെയ്തത്, അദ്ദേഹത്തിന് താമസിക്കാൻ 10-20 മുറികളുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. അദ്ദേഹം അത് ആതുരാലയത്തിന് കൊടുത്തുകൊണ്ട് ആതുരാലയത്തിന്റെ 3 മുറികളുള്ള വീട്ടിലേക്ക് താമസം മാറി സ്വകാര്യമായി സ്വത്ത് സമ്പാദിക്കുന്നത് അഴിമതിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആ മെത്രാനെ പോലെ, മെത്രാന്റെ ഒരു കണക്ക് പുസ്തകം നമ്മുടെ പാവങ്ങൾ വായിക്കാൻ നേരം നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും 15,000 ഫ്രാങ്കാണ് ടോട്ടൽ ശമ്പളം. ഓരോന്നും തിരിച്ചെഴുതിയിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിന് 1,500 ഫ്രാങ്കും പാവങ്ങൾക്കായിട്ട് 6,000 ഫ്രാങ്കും മാറ്റി വെച്ചിരിക്കുന്ന മെത്രാൻ. അത്രയും മാത്രമല്ല, ഈ സ്വന്തം ആവശ്യത്തിനുള്ള 1,000 കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിരുന്ന ആ ഒരു മെത്രാനെ പോലെ തപസ് സർക്കാര് തന്റെ വിൽപത്രവും എഴുതി വലിയൊരു തുകയും എഴുതി വെച്ചിട്ട് യാത്രയാവുന്നു. അതൊന്നുമല്ല, അതിലും മനോഹരമായിട്ട് അദ്ദേഹം ഒരു കത്ത് എഴുതി വെച്ചിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: തപോമയി, നിന്റെ അച്ഛനുമായിട്ട് ഗോപാലുമായിട്ട് ഞാൻ ചീട്ടുകളിയിൽ ഏർപ്പെട്ട് അദ്ദേഹം പരാജയപ്പെടുന്ന ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഞാൻ വിജയിപ്പിച്ചപ്പോഴാകട്ടെ ഞാൻ അദ്ദേഹവുമായി കലഹിക്കുമായിരുന്നു. അദ്ദേഹം കളിയിൽ കള്ളം കൃത്രിമമൊന്നും കാണിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അല്ലെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് അത് കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയും, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തപോമയിയെ പോലെ ഒരു മകനെ ലഭിച്ചതെന്ന്. അദ്ദേഹത്തെക്കാൾ മികച്ചത് ആയിട്ട് ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൻ മാത്രമായിരിക്കും. ഈ കത്ത് വായിച്ച് കേൾപ്പിക്കുകയാണ് തപോമയി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത് ഇതാണെന്നും പറഞ്ഞാണ് ആ കത്ത് വായിക്കുന്നത്. സുമനയും തപോമയുടെ അമ്മയും ഗോപാൽ വെറുവയും ഒരു നിഴലുകൾ പോലെ ഒന്നിച്ചു കഴിഞ്ഞവരാണ്. ഒരു മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടും അടുത്ത് കിടക്കുമ്പോഴും വളരെ അകലങ്ങളിൽ താമസിച്ച 2 പേർ. അതിന്റെ കഥകളെല്ലാം ഇത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നെയ്തൽ വിരിയും. വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവൽ. മഴ ഇതിനകത്ത്, മഴ, നിഴലുകൾ, ചിഹ്ന ഭാഷ. മറ്റൊരു ഭാഷയിലും ഒരുപക്ഷെ നോവലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിഹ്ന ഭാഷ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരു മികച്ച നോവൽ, എപ്പോഴും ഒരു കൃതി മികച്ചതാകുന്നത് നമ്മളെ എവിടെങ്കിലും സ്പർശിക്കുന്നുണ്ട്, വായിക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കുന്ന ഒരു കൃതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു മികച്ച കൃതിയായിട്ട് കണക്കാക്കാം. ആ ഒരു അർത്ഥത്തിൽ തപോമയുടെ അച്ഛൻ മികച്ച ഒരു കൃതിയാണെന്ന് ഞാൻ പറയും. ഒരുപാട് വൈകാരികമായ മുഹൂർത്തങ്ങളിൽ കൂടി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കൃതി. പലപ്പോഴും കവിത പോലെ, അതിനകം കവിത പോലെ എഴുതി വെച്ചേക്കുന്ന പല വാക്യങ്ങൾ. ഈ ചിഹ്നഭാഷ നിർദ്ധാരണം ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ, ഇത് അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
ഇതിനകത്ത് വേറെ ഒരു കഥാപാത്രമുണ്ട്, ജഹാൻ. പർവീണ ഞാൻ പറഞ്ഞു, ജഹാൻ ഒരു റോഹിംഗ്യൻ അഭയാർത്ഥിയാണ്. എങ്ങനെയാണ് അദ്ദേഹം അഭയാർത്ഥിയായത് അത് അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം അത് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് ഓരോരുത്തരും എങ്ങനെയാണ് ഒരു അഭയാർത്ഥി ആകുന്നത്, ഒരു അഭയാർത്ഥിയുടെ ദുരന്തങ്ങളിലേക്ക്, വേദനകളിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഇതിനു വേണ്ടി ഒരുപക്ഷെ വളരെയധികം ലാസ്റ്റ് കഥ വഴി എന്നും പറഞ്ഞ് ലാസ്റ്റ് പേജില് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. 1-2 പേജായി അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ച ചിഹ്നഭാഷ, ഇതിനകത്ത് കാണിച്ച ചിഹ്നഭാഷ യഥാർത്ഥത്തിൽ സൈന്ധവ നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ട ചിഹ്നഭാഷയല്ല. അത് ഈ പുസ്തകത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക ചിഹ്നഭാഷയാണ്. അത് അദ്ദേഹത്തിന് വികസിപ്പിച്ചു കൊടുത്തത് IIT-യിലെ ഒരു ഭാഷാ വിഭാഗം മേധാവിയാണ്. അദ്ദേഹത്തിന്റെ പേരൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല, വേറെ ഒരാൾ വഴിയാണ് അദ്ദേഹവുമായിട്ട് പരിചയം. അങ്ങനെ ഒട്ടനവധി പഠനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം എഴുതിയ ഒരു കൃതിയാണ്. എങ്കിൽ പോലും നമുക്ക് വായിക്കുമ്പം ഇതെല്ലാം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരാൾ എഴുതിയ കൃതിയായിട്ട് നമുക്ക് തോന്നുകയില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു ഒഴുക്കിൽപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ നോവലാണ്, നോവലിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഇതിനകത്തും ഉണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് ആടുജീവിതം വായിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഉദ്യോഗത്തിന്റെ മുനയിലാണ്. അതിന്റെ തുടക്കം അങ്ങോട്ട് കഴിഞ്ഞ് ഒരു പകുതിയോടെത്തുന്നതോടുകൂടി നമ്മൾ ഇതിന്റെ ഉദ്യോഗത്തിലേക്ക് പോകുന്നു. ആ ഒരു ഉദ്വേഗം ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ നമ്മളെ ഏറ്റവും അധികം പെട്ടെന്ന് നമ്മളെ ആകാംക്ഷഭരിതരാക്കുന്നത് ഈ ഡയറി ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ ആ ഡയറിയിൽ ഉണ്ടായിരുന്നത് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയോടെ നമ്മൾ ഈ കൃതി തീർച്ചയായിട്ടും വായിച്ചു തീർന്നു. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഭാഷ, ഇതിന്റെ കഥ കിടക്കുന്ന കാലഘട്ടവും അതുപോലൊപ്പം സ്ഥലങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ബംഗാൾ വരുന്നുണ്ട്, ഡൽഹി പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട്. അപ്പം മലയാളികളല്ല ഇതിനകത്തെ കഥാപാത്രങ്ങൾ, മലയാളി ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ പറയുന്ന, അവര് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും സംസാരിക്കുന്നത്. അതിനെയാണ് തീർച്ചയായിട്ടും ഒരു സുഹൃത്ത് പറയുന്നത് പോലെ മലയാളത്തിലേക്ക് നമ്മുടെ ഈ സന്തോഷ് കുമാർ ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത്, ഈ നോവൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഈ നോവൽ എല്ലാവരും വായിക്കുക. ഞാൻ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലേക്കോ കഥ പൂർണ്ണമായിട്ടോ ഒന്നും പറഞ്ഞു പോകുവാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണർത്തുന്ന ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം സുമ്ന. ആ പറഞ്ഞത് അതിനകത്ത് വിട്ടുപോയ ഒരു വരി, രാത്രിയിൽ വന്ന കിരാതന്മാർ എന്നെ ഉപദ്രവിച്ചപ്പോൾ എന്റെ ശരീരം എനിക്ക് പ്രശ്നമായിരുന്നില്ല, പക്ഷേ ആ ജീവൻ, അയാളുടെ ജീവിതം എന്നിൽ നിന്നും വിട്ടകലുമെന്ന് ഞാൻ ഭയന്നിരുന്നു. ആ സെന്റൻസിനൊക്കെ വളരെയധികം വലിയ അർത്ഥമുണ്ട്. തപോമയി എന്താണ് ഇങ്ങനെ? തപോമയി അച്ഛന്റെ ചിഹ്നഭാഷയുടെ പുറകിൽ ഒരിക്കലും പോയിട്ടില്ല, ചിഹ്നഭാഷ പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ അവസാനം അദ്ദേഹം അത് മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും അവസാനം തപോമയിയെ കണ്ടുമുട്ടി അദ്ദേഹം ഡൽഹിയിലേക്ക് ചെല്ലുന്നു. ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ തപോമയിയെ വിളിക്കുന്നു. അപ്പോഴും തപോമയി ഇങ്ങനെ ഓടി നടക്കുകയാണ് അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി. അവിടെ വെച്ച് തപോമയി ഇദ്ദേഹത്തോട് ഡയറി ചോദിക്കുന്നുണ്ട്. ഡയറി ചോദിക്കുമ്പോൾ തന്ത്രപൂർവ്വം ഇദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. 2-3 കള്ളങ്ങൾ പറയാനായിട്ട് ആദ്യം ഇദ്ദേഹം മനസ്സിൽ കരുതുമെങ്കിലും ഇതൊന്നും പറഞ്ഞാൽ ഒരുപക്ഷെ വിലപ്പോകത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഇദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. ഒഴിഞ്ഞു മാറുകയും എന്നിട്ട് ഇദ്ദേഹത്തോട് ഒരു സിഗരറ്റ് ചോദിക്കുന്നുണ്ട് തപോമയി. അപ്പം സിഗരറ്റ് വലിക്കുമെന്ന് ചോദിക്കും. ഞാൻ ഇതുവരെയൊക്കെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അപ്പൊ പറയും, ഞാൻ വർഷത്തിൽ ഒരിക്കൽ സിഗരറ്റ് വലിക്കാറുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ തപോമയി പറയുന്നുണ്ട്, വർഷത്തിൽ ഒരിക്കൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളെ എനിക്കും അറിയാം. അതാരാന്ന് ചോദിക്കുമ്പോ പറയും, വേറെ ആരുമല്ല, എന്റെ അച്ഛൻ ഗോപാൽ ബറുവ. ആ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസം. ആ ദിവസം അദ്ദേഹം സിഗരറ്റ് വലിക്കും. അതിനൊക്കെയുള്ള ഉത്തരം ഈ നോവല് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃതി, വായിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജെയ്സൺ സാറ് ആ ചിത്രം ഒന്ന് കാണിച്ചേക്കാം.
അതിന്റെ അടുത്തത് സർ. യെസ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഈ ചിത്രം അല്ലേ? ഓർമ്മയുണ്ടാവും. ക്ലോസ് ചെയ്തു സാറേ, ക്ലോസ് ചെയ്തു. ആ ചിത്രം ഓർമ്മയുണ്ടാവും. ഈ ചിത്രം ഒരു കൊച്ചുകുട്ടി. യെസ്, ആ യെസ് 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 യെസ്. ആരും മറന്നു പോയിട്ടുണ്ടാവൂല. കടൽ തീരത്ത് ബീച്ചിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ ജഡം, ഒരു ശവം. അവിടെ എഴുതി വെച്ചിരുന്നു ഷെയിം ഷെയിം എന്ന്, ഒന്ന് രണ്ട് സെന്റൻസും എഴുതി വെച്ചിരുന്നു. അപ്പൊ മനുഷ്യ ജീവിതത്തില് ഞാൻ പറഞ്ഞല്ലോ, ഗോപാൽ വെറുവ മനുഷ്യൻ എന്ന നല്ല മനുഷ്യൻ, ഏത് നല്ല മനുഷ്യർക്കും പറ്റാം. ജീവിതത്തിൽ ഒരേ തെറ്റ് ചെയ്തിരുന്നു, അത് തിരുത്താൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു. ആ തെറ്റിന്റെ കഥയാണ് ഇതിനകത്തൂടെ നിർദ്ധാരണം ചെയ്യുന്നത്. അതിലൂടെ നമ്മളെ ഈ അഭയാർത്ഥികളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് അറിയാതെ തന്നെ കടത്തിക്കൊണ്ടുപോയി, അതോടൊപ്പം തന്നെ മനുഷ്യ ബന്ധങ്ങള് മനുഷ്യന്റെ അവസ്ഥയിലേക്ക്, വിവിധാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു കൃതി. അപ്പം എല്ലാവരുടെയും മനസ്സിൽ പ്രകാശം പരത്താൻ സാധിക്കുന്ന ഒരു കൃതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വായിക്കുക. ഇത്രയും നേരം ശ്രമിച്ചതിന് നന്ദി. നമസ്കാരം.